നമസ്കാരം. നമസ്കാരം. വിഴിഞ്ഞം തുറമുഖം കേരളത്തിനും ഇന്ത്യക്കും അഭിമാനകരമായി തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. കൂടുതൽ കൂടുതൽ മദർഷിപ്പുകൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ ഇനി വിഴിഞ്ഞം പോർട്ടിലൂടെയുള്ള ഒരു സാമ്പത്തിക വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പല പദ്ധതികളും അദ്ദേഹം ആവിഷ്കരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ MSC ഷിപ്പിംഗ് കമ്പനിയുമായി, ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയർന്നു വരുന്നത്. മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് വിഴിഞ്ഞം തുറമുഖം സാർത്ഥകമാക്കുന്നതിന് വേണ്ടി ഓടി നടന്ന് പണിയെടുത്തത്. സ്വകാര്യ കമ്പനികളെ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരണമെന്നും സ്വകാര്യ കമ്പനികളുമായി ഇത്തരത്തിലുള്ള കരാറുകൾ ഏർപ്പെടുന്നതിലൂടെ നമ്മുടെ തുറമുഖ വികസനത്തിനും അതുപോലെ തുറമുഖത്തിലൂടെ നാടിൻ്റെയും നാട്ടുകാരുടെയും എല്ലാം അഭിവൃദ്ധിക്കും കാരണമാകും. ഇതിന് കൃത്യമായി CPM-ൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കാരണഭൂതനായ പിണറായി വിജയൻ തന്നെയാണ് ആധാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPM-ൻ്റെ മുഖപത്രത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ MSC എന്ന ഇൻ്റർനാഷണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് അദാനിയുടെ ഈ തുറമുഖത്തിൽ നിന്നും അവർക്ക് ഷെയർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയർന്നു വരുന്നു. ഇൻ്റർനാഷണൽ കമ്പനികളെ കേരളത്തിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്നത് വഴി, സ്വകാര്യ പങ്കാളിത്തം കൊടുക്കുന്നത് വഴി നമ്മുടെ ഇത്തരം പൊതുമേഖലകളെയെല്ലാം സ്വാധീനിക്കും, അതില്ലാതെയാക്കും. അതുകൊണ്ട് അത്തരം പ്രവണതകളിൽ മാറണം എന്നാണ് പിണറായി വിജയൻ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പാർട്ടിയുടെ മുഖപത്രത്തിൽ പറഞ്ഞിരിക്കുന്നതൊന്ന്, പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നതൊന്ന്. പാർട്ടി പത്രം പിണറായി വിജയനെ വാഴ്ത്തി പാടിക്കൊണ്ട് വിഴിഞ്ഞം തുറമുഖം പിണറായിയുടെ പ്രയത്നഫലമായാണ് ഉണ്ടായത്, പിണറായിയുടെ വിഷനാണ് എന്നൊക്കെ പറയുമ്പോൾ തീർത്തും പിണറായി വിജയൻ പറയുന്നു MSC ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനിക്ക് ഒരു കാരണവശാലും ഈ വിഴിഞ്ഞത്തിൻ്റെ ഷെയറുകൾ നൽകാൻ പാടില്ല, അത്തരം കമ്പനികളെ ഒരു കാരണവശാലും സ്വാഗതം ചെയ്യരുതെന്ന് അദ്ദേഹം നേരിട്ട് പറയുന്നു. ഇത് രണ്ടും വൈരുദ്ധ്യം തന്നെയാണ്. എപ്പോഴും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഇടതുപക്ഷക്കാരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഫവാസ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇതിൽ എനിക്ക് തോന്നിയ കാര്യം, ഇത് CPM-ൻ്റെ കാര്യമെന്നോ പിണറായി വിജയൻ്റെ കാര്യമെന്നോ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഈ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തായിരുന്നു നമ്മളെ ഉമ്മൻചാണ്ടി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോൾ. ഇപ്പോൾ തിരുവനന്തപുരത്തെ വിമാനത്താവളം, അതുപോലെ തന്നെ ഇവിടെ കൊച്ചിയിലുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, കൊച്ചി മെട്രോ, പല കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ വലിയ തരത്തിൽ, കൊച്ചി മെട്രോ ഒക്കെ വന്നപ്പോൾ വലിയ തരത്തിലുള്ള സമരങ്ങളൊക്കെ മുമ്പോട്ട് വന്ന പാർട്ടിയാണ് CPM. അങ്ങനെ പല സാധനങ്ങളും കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈവൻ ഈ അദാനിയുടെ പോർട്ട് പോലും ഉമ്മൻചാണ്ടി ഭരണത്തിൽ ഇരിക്കുകയാണ് അതിനുള്ള അപ്രൂവൽ കൊടുത്തതും കാര്യങ്ങളൊക്കെ. പക്ഷേ അതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അന്തിമ ഉദ്ഘാടനം ചെയ്യാൻ ഭാഗ്യം കിട്ടാറ് സാധാരണ പിണറായി വിജയനാണ്. അതെല്ലാ കാര്യത്തിലും UDF സർക്കാർ കൊണ്ടുവന്ന പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ K എന്നുള്ള സാധനം ഒഴികെ പിണറായി വിജയൻ്റെ കാലത്ത് തുടങ്ങിയ എല്ലാ പദ്ധതികളും K വെച്ചിട്ടാണ്. K ഫോൺ, K റെയിൽ, K സ്മാർട്ട്, ഫുള്ള് K എന്ന് വെച്ചിട്ടാണ്. അങ്ങനെ വലിയ തരത്തിൽ ആ K റെയിലൊക്കെ എന്തായെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പല Kയും ഇപ്പോൾ കാണുന്നില്ല. ആ Kൻ്റെ കുട്ടികളൊക്കെ എടുത്ത് വലിച്ചെറിയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ സ്വന്തമായിട്ടൊരു എന്താ പറയുക, ആരാൻ്റെ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ എല്ലാ കാലത്തും വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് CPM. പറഞ്ഞാൽ അത് നമ്മൾ തന്നെയാണ്. അതെ, അപ്പോൾ അത്തരത്തിലൊരു പാർട്ടിയാണ് CPM. അതേ CPM-ആണ് CPM-ൻ്റെ മുഖപത്രമായ ദേശാഭിമാനിയുടെ ആദ്യത്തെ പേജിൽ അവർ പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖത്തിന് വിദേശ നിക്ഷേപം ഇപ്പം MSC എന്ന് പറഞ്ഞ കമ്പനി വന്നു. ഇത് പിണറായി വിജയൻ്റെയും LDF സർക്കാരിൻ്റെയും ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വന്നത് എന്നുള്ള കാര്യം അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പം വിഴിഞ്ഞത്തിൻ്റെ ഇനാഗ്രേഷൻ സമയത്ത് നമ്മൾ ഓർമ്മയുണ്ട്, ഈ പറഞ്ഞ പോലെ അവിടെ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ BJP-യുടെ നേതാവും പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസ് ഭാഗത്തുനിന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം എന്നിരുന്നാൽ പോലും ഇപ്പം ഇതിൻ്റെ പിതൃത്വം അവരാണ് ഏറ്റെടുത്തത്. പാർട്ടി പറയുന്നത് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഇൻ്റർനാഷണൽ കമ്പനികൾ കേരളത്തിലോട്ട് വിക്ഷേപണം ഏറ്റെടുക്കാൻ, ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ഒരു സംസ്ഥാനത്ത് സ്ഥിരത ഇല്ല എന്നുണ്ടെങ്കിൽ ആരും വരില്ല എന്നുള്ള സത്യമാണ്. അപ്പം നമുക്കറിയാം ഇവിടുന്ന് കിറ്റെക്സ് ഒക്കെ കിറ്റെക്സിന്റെ കമ്പനി സാബു എന്ന് പറയുന്നത്, അപ്പോൾ അദ്ദേഹമൊക്കെ ഇവിടുന്ന് കിറ്റെക്സ് മാറ്റി തെലങ്കാനയിലോട്ട് പോയതൊക്കെ ഇതിന്റെ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെയുള്ള പല യൂണിയനുകളും പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം മാത്രമല്ല,
നമ്മൾ സംസാരിക്കുമ്പോൾ ഒട്ടുമിക്ക കമ്പനികളിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ ട്രേഡ് യൂണിയൻ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിലോട്ട് നിക്ഷേപണത്തിന് പൊതുവെ ആരും മുതിരാറില്ല എന്നുള്ളത് സത്യാവസ്ഥയാണ്. വ്യവസായ സൗഹൃദം അത് എഴുത്തിലും പറച്ചിലും മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് CPM നിന്ന് 10 വർഷം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ കമ്പനികളോടെ വന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പം വളരെ കൃത്യമാണ്. ഇന്റർനാഷണൽ തലത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള പല കമ്പനികളും ഇവിടത്തോട്ട് നിക്ഷേപത്തിന് വരാത്തത് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള യൂണിയനുകളുടെയും അല്ലെങ്കിൽ CPMന്റെ പല നേതാക്കൾ, ഇപ്പോൾ ഒരു സ്ഥലത്ത് പൈസ പിന്നെ ബിൽഡിംഗ് കയറ്റണമെന്നുണ്ടെങ്കിൽ കൃത്യമായി CPMന്റെ ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, PEB അടക്കമുള്ള പല ആൾക്കാർക്കും പൈസ കൊടുത്താൽ മാത്രമേ ഉള്ളൂ നടക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പച്ചയായി അറിയുന്ന സംഭവമാണ്. ഇപ്പം പ്രാദേശികപരമായിട്ട് ഏതെങ്കിലും ആൾക്കാർ ഏതെങ്കിലും തരത്തിൽ ചെറിയ തരത്തിലുള്ള ബിസിനസ് തുടങ്ങുമ്പോൾ അതിനെതിരെ വലിയ തരത്തിൽ പ്രക്ഷോഭമാകുന്നതും ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വലിയ സിസ്റ്റം ഈ IT ബന്ധപ്പെട്ട കാര്യത്തിലോട്ട് ഒരു യുവാവ് ഒരു വലിയ സംരംഭം, വലിയ സംരംഭമല്ല, ചെറിയ സംരംഭം ആരംഭിക്കുന്നു. അപ്പം അത് കൊണ്ടുവരുമ്പോൾ സിസ്റ്റം ഇറക്കാനുള്ളത് CPMന്റെ തൊഴിലാളി യൂണിയൻ്റെ ആൾക്കാർ വരും. ഇവർ പറയുന്നു ഇത് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന കാര്യമല്ല, കാരണം അത്രയും നമ്മൾ ശ്രദ്ധയോടെ ഇറക്കേണ്ട സാധനമാണത്. കാരണം അത്ര ഫുള്ള് ഡിജിറ്റലൈറ്റ് ആയ സാധനങ്ങളാണ്. എവിടെയെങ്കിലും നമ്മൾ ബലം ഓവറായി പിടിച്ചാലും ഈ സാധനം കേടാണ്. അത്ര രീതിയിൽ ഇറക്കേണ്ട സാധനമാണത്. അപ്പം അത് അവർ പറഞ്ഞു അതിൻ്റെ ടെക്നിക്കൽ ആൾക്കാരുണ്ട്, പിന്നെ കുറേയൊക്കെ യന്ത്രങ്ങൾ വെച്ചിട്ട് വേണം അത് ഇറക്കാൻ, അല്ലെങ്കിൽ സ്ക്രാച്ച് വരും. പക്ഷെ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവർ വലിയ സമരത്തിലോട്ട് പോകുന്നു. ആ കമ്പനിയോട് തുടങ്ങാൻ അയക്കാണ്ട് ഏകദേശം മാസങ്ങളോളം അവരത് പിന്നീട് അവിടുന്ന് സ്ഥലം മാറ്റി അവർ പോകുന്ന പ്രക്രിയയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ പല ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ വിഷയം ബന്ധപ്പെട്ട് MSC എന്ന് പറഞ്ഞ ഒരു കമ്പനി, ഇന്റർനാഷണൽ കമ്പനി, കേരളത്തിൽ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ട് വിഴിഞ്ഞത്ത് 49% പിന്നെ ഓഹരി ഏറ്റെടുക്കാൻ അവർ തയ്യാറാണെന്നുള്ളത്, നിക്ഷേപണത്തിന് തയ്യാറാണ് എന്നുള്ളതൊക്കെ അവർ മുമ്പോട്ട് വരുമ്പോൾ അത് വലിയ തരത്തിലുള്ള ലാഭം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പിന്നെ അപ്രൂവൽ കൂടി അതിന് വേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സതീശനും വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ നിയമസഭയിൽ പറയുന്നത് അത് രാജ്യത്തിൻ്റെ രാജ്യസുരക്ഷയ്ക്ക് ഏൽക്കുന്ന വലിയ തരത്തിലുള്ള കോട്ടമായിരിക്കും എന്നുള്ളതും, അതുപോലെ തന്നെ കോർപ്പറേറ്റ് കമ്പനികൾ ഒരുപാട് വന്നു കഴിഞ്ഞാൽ, സ്വകാര്യ മേഖലകൾ വന്നു കഴിഞ്ഞാൽ പബ്ലിക്കിന് കൊടുക്കേണ്ട പല സാധനങ്ങളും നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖപത്രം ഒന്ന് പറയുന്നു, അദ്ദേഹം മറ്റൊന്ന് പറയുന്നു. അപ്പം എനിക്കിതിന്ന് മനസ്സിലായ കാര്യം, ഒരു പക്ഷേ പിണറായി വിജയനെ എതിർക്കുന്ന ആരൊക്കെയോ പാർട്ടി പത്രം ഹാൻഡിൽ ചെയ്തു അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്തു എന്നുള്ളത് വിശ്വസിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും പിണറായി വിജയനെ എതിർപ്പുള്ള ഒരു സാധനവും ആ പത്രത്തിൽ വരാറില്ല. ഞാൻ ഇതേവരെ ഇന്നുവരെ കണ്ടിട്ടുമില്ല. അപ്പം അത് മാത്രമല്ല, ദേശാഭിമാനി സാധനം അവരുടെ വെബ്സൈറ്റിലും അപ്ലോഡ് ചെയ്തായിരുന്നു. ഈ ഫ്രണ്ട് പേജിൽ ആദ്യത്തെ പേജിൽ കിടക്കുന്ന ന്യൂസാണത്. അപ്പം അതടക്കം അവർ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അപ്പം ഇത്തരത്തിൽ എന്താ പറയുക, പൂർണ്ണമായിട്ടും ഒന്നല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിണറായി വിജയന് തെറ്റ് പറ്റി എന്നുള്ളത് പറയേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഭരിക്കാത്ത അദ്ദേഹത്തിന് അപ്പുറത്ത് ആരൊക്കെയോ ദേശാഭിമാനിയെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള സാധനത്തിലൂടെ നമ്മൾ വീക്ഷണത്തിൽ പോയി കഴിഞ്ഞാൽ അതിനും കുറ്റം പറയാൻ പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിണറായി വിജയനെതിരെ വലിയൊരു സംഘം തന്നെ CPMനകത്ത് തന്നെയുണ്ട്. അത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പിണറായി വിജയന് പണിവെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സമീപകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ഇതിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു പഴമൊഴി ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊടുത്താൽ വിഴിഞ്ഞത്തും കിട്ടും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കാരണം വിഴിഞ്ഞം ഈ സീപോർട്ട് സാർത്ഥമാക്കുന്നതിന് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സ്ഥലമെടുപ്പ് പോലുള്ള പല ഇടപാടുകളും മുന്നോട്ട് നീക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അതിൻ്റെ തുടർച്ചയെന്നോണം വന്ന സർക്കാരുകൾ, പഴയ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ സാധിക്കില്ലല്ലോ. പക്ഷേ അവിടെയൊന്നും ഈ കമ്മീഷൻ ചെയ്യുന്ന അവസരങ്ങളിൽ എവിടെ പോലും ഉമ്മൻചാണ്ടിയുടെ ഒരു ഫ്ലക്സ് പോലും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന പേര് പോലും വരാതിരിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ, അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രി വാസവനുമെല്ലാം അത്ര കണ്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ്സുകാർ കമ്മീഷൻ ചെയ്യുന്ന ദിവസം എനിക്ക് തോന്നുന്നു വിഴിഞ്ഞത്തും തിരുവനന്തപുരത്തും എല്ലാം ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സുകൾ ഉയർത്തുന്നൊരു കാഴ്ച നാം കണ്ടിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ആരൊക്കെ പോകുന്നു, അവിടെ കക്ഷി രാഷ്ട്രീയത്തിനുപരിയായി വികസനങ്ങളെ കാണാനും വികസനങ്ങളെ സ്വീകരിക്കാനും ജനങ്ങൾക്ക് സാധിക്കുമ്പോഴാണല്ലോ ഒരു നാടിൻ്റെ സുസ്ഥിരമായ ഒരു ഭാവി രൂപപ്പെടുന്നത്. എന്തായാലും ഈ ഇല്ലാത്തതൊന്നും ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ വാഴ്ത്തുപാട്ടുകാർക്ക് ഇപ്പോഴും വിശ്രമമില്ല എന്നുള്ളതാണ് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്.